ഹായ് നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മുടെ ഏകജാല കേന്ദ്രയുടെ ഫാമിലിയിലേക്ക് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എൽസി മാഡം എത്തിയിട്ടുണ്ട്. ഹായ് എൽസി മാം. ഹായ് സാർ. ഓക്കെ മാം ഓൾറെഡി എഡ്യൂക്കേഷൻ മേഖലയിൽ തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത്. സോ മാമിന് സ്വന്തമായിട്ട് ഒരു ഓഫീസ് ഉണ്ട് അവിടെ. ഓൾറെഡി ഒരു ബുക്ക് സ്റ്റോൾ മാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ മാമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. രസകരമായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം, മാമിന്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞാൽ എന്താ എടുക്കേണ്ടത്, പ്ലസ് ടു കഴിഞ്ഞാൽ എന്താ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ മാം ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പദ്ധതിയെ കുറിച്ച് ഫേസ്ബുക്കിലൊക്കെ കണ്ടത്. ഫേസ്ബുക്കിൽ കണ്ടിട്ട് മാം അപ്ലൈ ചെയ്തതിന് ശേഷം മാമിന്റെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ പ്രൊജക്ടിലേക്ക് മാമിന്റെ പ്രൊഫൈൽ സെലക്ടഡ് ആയി. സെലക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഈ ഒരു പ്രൊജക്ട് മാം ആരംഭിക്കാൻ പോവാണ്. എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംരംഭം മാമിനുണ്ട്. അതിനോടൊപ്പം തന്നെ ഏകജാല കേന്ദ്രയുടെ ഈ ഒരു പ്രൊജക്ടും കൂടി മാമിന്റെ നാട്ടിൽ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളാണെങ്കിലും ഉദ്യോഗാർത്ഥികളാണെങ്കിലും നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. അവര് ഏത് കരിയറിലേക്കാണ് പോവേണ്ടത് എന്നുള്ളതിന്റെ ഒരു റൂട്ട് മാപ്പ് ഇല്ലാത്തതാണ് എല്ലാവരുടെയും പ്രശ്നം. ഒരു പേരന്റോ കുട്ടിയോ മാഡത്തിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എങ്ങോട്ട് പോകണം എന്നുള്ള റൂട്ട് മാപ്പ്, കരിയർ റൂട്ട് മാപ്പ് മാം സെറ്റ് ചെയ്ത് കൊടുക്കും. കാരണം അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഏകജാല കേന്ദ്രയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ മാം ഇന്നൊരു ഓതറൈസ്ഡ് കരിയർ കൗൺസിലർ കൂടിയാണ്. സോ മാമിന് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ ആ കുട്ടിയുടെ കഴിവുകൾ, ഇൻബോൺ ആയിട്ട് ഒരുപാട് കഴിവുകളുണ്ട് ഓരോ കുട്ടികൾക്കും. അപ്പൊ ആ കഴിവുകളെല്ലാം തന്നെ കൃത്യമായി കണ്ടെത്തി ആ കുട്ടിക്ക് മികച്ച കരിയർ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള റൂട്ട് മാപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ മാം നിങ്ങളെ സഹായിക്കും. സോ നിങ്ങൾ ഇനി ഒരാളും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം തൃശ്ശൂർ ജില്ലയിൽ തലൂർ പോസ്റ്റ് ഓഫീസിന് കീഴിലാണ് മാം പ്രവർത്തനം ആരംഭിക്കുന്നത്. പിൻകോഡ് വരുന്നത് 680306 എന്ന പിൻകോഡിലാണ് മാഡം പ്രവർത്തനം ആരംഭിക്കുന്നത്. സോ ഒരുപാട് കുട്ടികളുടെ ഫ്യൂച്ചർ മാമിന് മാറ്റാൻ കഴിയട്ടെ. ഒരുപാട് പാരന്റ്സിന്റെ വലിയൊരു പ്രശ്നമാണ് മക്കളെ കുറിച്ചിട്ടുള്ള പേടി. അവർക്ക് മക്കൾ എന്താ പഠിക്കേണ്ടത്, ഏത് മേഖലയിലേക്ക് എത്തണം, അല്ലെങ്കിൽ എന്റെ മക്കളുടെ കഴിവുകൾ എന്തൊക്കെയാണ് എന്ന് വേണ്ട നിരവധി ഡൗട്ടുകളാണുള്ളത്. ഇനി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മാഡത്തിന്റെ സേവനം ലഭ്യമാണ്. നിങ്ങൾക്ക് ഫ്രീ കൗൺസിലിങ്ങിന് വേണ്ടി മാമിനെ വിളിക്കാം. മാമിനെ വിളിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളും മാം തരുന്നതായിരിക്കും. ഈ പ്രൊജക്ട് ആരംഭിക്കുന്നതിനുള്ള ഓതറൈസ്ഡ് ഫ്രാഞ്ചൈസി സർട്ടിഫിക്കറ്റും അപ്പോയിന്റ്മെന്റ് ലെറ്ററും ഓതറൈസ്ഡ് ID കാർഡും എല്ലാം നമ്മൾ ഇന്ന് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു ഡേ കൂടിയാണ്. അതിനാണ് മാം ഇന്ന് എത്തിയിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ ഓതറൈസ്ഡ് ഫ്രാഞ്ചൈസി സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യാം. ഇനി നമ്മൾ മാമിനെ കൊടുക്കുന്നത് ഓതറൈസ്ഡ് ID കാർഡാണ്. സോ അത് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രേഷ്മ മാഡത്തിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഈ ഒരു പ്രൊജക്ട് ആരംഭിക്കാൻ ലീഗൽ ഡോക്യുമെന്റ്, ഈ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള ലീഗൽ ഡോക്യുമെന്റ് ആണ് ഇനി നമുക്ക് കൊടുക്കാനുള്ളത്. അത് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി ഞാൻ മനീഷ മാഡത്തിനെയും അതുപോലെ തന്നെ രാഗിന്ദു മാഡത്തിനെയും ഇൻവൈറ്റ് ചെയ്യണം പ്ലീസ്. ഒരുപാട് പാരന്റ്സിന്റെ വിഷമം മാമിന് മാറ്റാൻ പറ്റട്ടെ. അവരുടെ കരിയർ, പാരന്റ്സിന്റെ ഏറ്റവും വലിയ കൺഫ്യൂഷനാണ് മക്കളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച്. ഇനി അങ്ങനെ ഒരു ടെൻഷൻ തൃശ്ശൂർ ജില്ലക്കാർക്ക് വേണ്ട. തൃശ്ശൂർ മാം ഉണ്ട്, നിയറസ്റ്റ് പോയി കാണാൻ പറ്റുവാണെങ്കിൽ മാമിനെ പോയി കാണാം. മാം ചെയ്യുന്നത് ഫ്രീ കൗൺസിലിംഗ് ആണ്. അതോടൊപ്പം തന്നെ അസസ്മെന്റിന് ചെറിയൊരു ചാർജ് വരും. പക്ഷെ നിങ്ങൾക്ക് മാമിന്റെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ പോയി കാണേണ്ടതാണ്. സോ ഒരുപാട് തിരക്കുള്ളതുകൊണ്ട് തന്നെ മാമിന് ബുക്കിംഗ് അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ പോയി കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരുപാട് വെയിറ്റിംഗ് ചെയ്യുന്നതായിട്ട് വരും. സോ ഒരുപാട് കുട്ടികളുടെ ഫ്യൂച്ചർ മാറ്റാൻ മാഡത്തിന് സഹായിക്കട്ടെ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വെന്യൂവിൽ വെച്ച് മാം കൈപിടിച്ച ഒരു വിദ്യാർത്ഥിയോ ഉദ്യോഗാർത്ഥിയോ പറയണം, മാം കാരണം കൊണ്ടാണ് എൻ്റെ ലൈഫ് സക്സസ് ആയതെന്ന് പറയുന്ന ആ ഒരു മൊമെന്റ് ആണ് മാഡത്തിന്റെ വിജയം. സോ അതിനുവേണ്ടി മാമിന് സാധിക്കട്ടെ. സർവേശ്വരൻ മാമിനെ കാക്കട്ടെ. ഒരുപാട് ആശംസകളോടുകൂടി മാമിനെ ഇൻവൈറ്റ് ചെയ്യണം. താങ്ക് യു.